നിലമ്പൂരിലെ ജമാഅത്തെ ഇസ്ലാമി UDF സഹകരിക്കണം എന്ന ചിന്തയിലേക്ക് പോവുകയാണ്. ഭാവി രാഷ്ട്രീയത്തിലെ നിർണായക നീക്കങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ UDF സ്വീകരിച്ചതും ഇത് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും തുടർന്നേക്കും എന്ന സൂചനയാണ് പ്രധാന വിഷയം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയായ അതായത് ജമാഅത്തെ ഇസ്ലാമി UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചു. തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ പിന്തുണയെ പരസ്യമായി സ്വാഗതം ചെയ്യുകയും ന്യായീകരിക്കുകയും ചെയ്തു. ജമാഅത്തെ ഇസ്ലാമി ഒരു വർഗീയ സംഘടനയാണെന്ന് കോൺഗ്രസിന് അഭിപ്രായമില്ല എന്നും സതീശൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ 11,077 വോട്ടുകളുടെ വലിയ ഭൂരിപക്ഷത്തിൽ ആര്യടൻ ഷൗക്കത്ത് വിജയിച്ചു. 77,737 വോട്ടുകൾ നേടിയ ഷൗക്കത്ത് തനിക്ക് ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനയുടെ പിന്തുണ ലഭിച്ചതായി വിജയിച്ച ശേഷം സമ്മതിക്കുകയും ചെയ്തു. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള സഹകരണം തുടരണം എന്നാണ് അവരുടെ നിലപാട്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിൽ ഉൾപ്പെടെ UDFുമായി ചർച്ചകൾ തുടരാൻ അവർ താൽപര്യപ്പെടുന്നുണ്ട്. LDF UDF വാദപ്രതിവാദങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയെ ചൊല്ലി LDFും UDFും തമ്മിൽ ശക്തമായ വാദപ്രതിവാദങ്ങളാണ് നടക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ LDF സ്ഥാനാർത്ഥി M സ്വരാജ് എന്നിവർ ജമാഅത്തെ ഇസ്ലാമി വർഗീയ സംഘടനയാണെന്നും വർഗീയവാദികളുടെ പിന്തുണ തങ്ങൾക്ക് വേണ്ട എന്നുമായിരുന്നു നിലമ്പൂർ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ആവർത്തിച്ച് പറഞ്ഞത്. തിരഞ്ഞെടുപ്പ് ഫലം വന്നതിനു ശേഷം സ്വരാജ് ഇതേ നിലപാടിൽ ഉറച്ചുനിന്നു.